ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒറോട്ടി തയ്യാറാക്കുന്നതെന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലർക്കും ഈ ഒറോട്ടി ഉണ്ടാക്കാൻ അറിയില്ല. ഇത് കണ്ണൂരിൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നർ ആയിട്ടൊക്കെ കണ്ണൂരുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫുഡ് തന്നെയാണ്. ഫേവറേറ്റ് ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒറോട്ടി എങ്ങനെയാണ് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ഈ ഒറോട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൃത്യമൊന്നല്ല, നമുക്ക് അരിപ്പൊടി കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ചൂടുവെള്ളമാണോ തിളപ്പിച്ച വെള്ളമാണോ എന്നൊക്കെ. വെറും നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അരിപ്പൊടിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ അത് കാണണം. അപ്പോൾ 3/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിന് 3/4 കപ്പ് 3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈവച്ചിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിന് ഒരളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ കുഴക്കാൻ ആവശ്യമായിട്ടുള്ളത് അങ്ങനെ എടുക്കുക. നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് അല്പം ഒന്ന് കുഴച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒറോട്ടി നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടിയാൽ നല്ല ഉരുളയാകുന്ന വിധത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ അരി നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒറോട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വാഴയിലുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇനി ഇതുപോലെ ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഒരു ഉരുള അരി എടുത്തിട്ട് നമുക്ക് കൈയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വിരൽ കൊണ്ടല്ല, കൈവെള്ളം ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ചൂടായ പത്തിരി തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തവ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വിഷമിക്കുകയൊന്നും ചെയ്യണ്ട. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രൈ പാനിലും ഈ ഒറോട്ടി തയ്യാറാക്കാൻ പറ്റും. ഈ പത്തിരി തവയാവുമ്പോൾ 5-6 ഒറോട്ടി ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് അരിപ്പൊടി കുഴച്ചിട്ട് ഈ ഒറോട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണണം. ഇനി ഒരു വശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 തവണ ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചിട്ട് കൊണ്ടേയിരിക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് വശം ചെറുതായിട്ട് പൊങ്ങി വരും. ആ ടൈമിൽ ഇതുപോലെ പ്രസ് ചെയ്യുന്ന സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു വാഴയില ഉപയോഗിച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ഒറോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഒറോട്ടിയും നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഓരോന്ന് പരത്തുന്നതിനനുസരിച്ചിട്ട് തന്നെ ആദ്യമേ ഇട്ടത് കുക്കായി വരും. ആ ടൈമിൽ നമുക്കത് മാറ്റിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ ഒറോട്ടിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്.
വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒറോട്ടി ഞാനിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടിയാണ്. ഇത് ഏതൊരു കറിയുടെ കൂടെയും കോമ്പിനേഷനാണ്. ബീഫായാലും ചിക്കനായാലും അല്ലെങ്കിൽ മുരിങ്ങക്കായ, ഇതുപോലെ എന്ത് കറിയായാലും നല്ല കോമ്പിനേഷനാണ് ഈ ഒറോട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. കണ്ണൂരുകാർക്ക് മാത്രമല്ല, ആർക്ക് വിചാരിച്ചാലും ഇതുപോലുള്ള ഒറോട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.